ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? നമുക്ക് അൽഹംദുലില്ലാഹ് സുഖമാണ്. ഇതിപ്പോൾ ഒരു ഫ്രൈഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ സമയം ഒരു 4:30 ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ കണ്ടാൽ നല്ല ഒരു 7 മണി 8 മണി ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ തന്നെ സൺ വരുന്നുണ്ട്. 4:30 നല്ല ലേറ്റാണ്. നമ്മൾ ഫ്രൈഡേ ആയതുകൊണ്ട് ഒന്ന് രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയതാണ്. അവിടെ അടുത്തുള്ളൊരു പാർക്കിൽ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് വണ്ടികളൊന്നും ഇല്ലാതെ നല്ലൊരു ശാന്തമായൊരു നല്ലൊരു മോർണിംഗ് ആയിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പൊതുവേ രാവിലെ നടക്കുക എന്നുള്ളത്. രാത്രിയേക്കാളും എനിക്കിഷ്ടമാണത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി വന്നിട്ട് കുറേ നടന്നിട്ട് നല്ല ടയേർഡായിന്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു. പൊതുവേ ചായ അങ്ങനെ കുടിക്കാറില്ല, വെള്ളമാണ് കുടിക്കാറ്. പക്ഷെ ഇന്ന് എന്തോ ഒരു ചായ ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെ ചായയും ബ്രെഡും കൂട്ടി കഴിച്ച് പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത്. രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഒരു 9 മണി 8 മണി അങ്ങനെ എന്തോ ആണ്. അപ്പം നൈസ് ദോശയും പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ പൊതുവേ മോർണിംഗിൽ ഇങ്ങനത്തെ വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല, സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കൽ. പിന്നെ ഇപ്പം എന്താ ഫ്രൈഡേ ആയതുകൊണ്ട് ഒന്ന് ലാവിഷായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ക്ലീനിങ്ങും വാഷിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം കിച്ചണിലൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ ഫ്രഷായിട്ട് നമ്മൾ നിസ്കരിക്കാനും ദിക്റൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെയൊക്കെ ഉണ്ടായിനി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന്ന് പുറത്തുനിന്നായിരുന്നു, ഉണ്ടാക്കിയിട്ടില്ലേനി കേട്ടോ. അങ്ങനെ പിന്നെ ഇതിപ്പോൾ നൈറ്റാണ്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതിപ്പോൾ നൈറ്റ് ഞങ്ങളൊന്ന് പുറത്ത് ഇവിടെ അടുത്ത് താഴെ തന്നെയുള്ളൊരു ഷോപ്പിൽ പോയിട്ട് ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നൈറ്റിട്ട്. അപ്പോൾ ബർഗർ ഉണ്ടാക്കാനുള്ള കുറച്ച് ബർഗർ പാറ്റീസ് അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രാത്രി കുഴപ്പമില്ല, അത്യാവശ്യം ചൂടൊക്കെ കുറവുണ്ടായിരുന്നു അന്ന്. അങ്ങനെ കടയിലെത്തി. ഇവിടെ ഒലീവ് ഓയിലിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ നോക്കായിരുന്നു, എടുത്തിട്ടൊന്നുമില്ല. ഈ കടയിൽ പൊതുവേ ഓഫർ ഉണ്ടാവും, ഫ്രൈഡേയിലൊക്കെ നല്ല ഓഫർ ഉണ്ടാവലുണ്ട്. നമ്മളധികവും ഇങ്ങോട്ടേക്ക് വരില്ല. എന്തെങ്കിലും പെട്ടെന്ന് വേണം തോന്നിയാൽ ഇങ്ങോട്ടൊക്കെ വരും. ആകെ 1-2 സാധനം വാങ്ങുള്ളൂ. അതിന് വലിയ ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട്. ട്രോളിയിൽ പിന്നെ അവൾ തന്നെ കയറി ഇരുന്നിട്ടുമുണ്ട്. മറ്റേ നഗറ്റ്സിനും പിന്നെ നമ്മുടെ ബർഗറിൻ്റെ പട്ടീസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിന്. നമ്മളൊരു ചിക്കൻ്റെ ബർഗർ പട്ടീസാണ് വാങ്ങിയത്. പിന്നെ ഇവിടെ വന്നാൽ ഐസ്ക്രീമും ക്യാൻഡീസൊക്കെ മസ്റ്റാണ്. ഇതാണ് വരെ കൂട്ടി വന്നാലുള്ള അവസ്ഥ. അങ്ങനെ പിന്നെ 2-3 ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ നല്ല ലേറ്റായി കേട്ടോ. സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് കിട്ടാൻ നല്ല ലേറ്റായിപ്പോയി. അങ്ങനെ പിന്നെ ഏതായാലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇക്കാക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ പിന്നെ ഓൾറെഡി ഫുഡ് കഴിച്ചിന്. ഒക്കെ ലേറ്റായിട്ടാണ് വരിക. അപ്പം ബർഗർ എന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതി. എന്തോ 12 മണി
കുക്കായിട്ടുണ്ട് ടൈം. ഈ ഒരു ബർഗർ പട്ടീസും ബണ്ണും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് വെജീസും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ ബർഗർ പട്ടീസ് എയർ ഫ്രയറിലാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല ഫ്രീസാണ്, അപ്പോൾ കുറച്ച് സമയം അവിടെ പുറത്ത് വയ്ക്കട്ടെ എന്ന് കരുതി. വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരുമ്പോഴത്തേനും അതിൻ്റെ ഐസൊക്കെ ഒന്ന് മെൽറ്റാവും. എൻ്റെ കയ്യിലിപ്പോൾ ഒനിയനും ടൊമാറ്റോയും ക്യുക്കുംബറും ഉള്ളായിരുന്നു. അപ്പോൾ ഞാനത് 3 എടുത്തത്. പിന്നെ ചീസ്, ചെഡാർ ചീസ് ഉണ്ടായിരുന്നു, അതും 2 ഉള്ളായിരുന്നു. അങ്ങനെ അതും കട്ട് ചെയ്തിട്ട് എല്ലാത്തിലും വെച്ച് നമ്മൾ 4 ബർഗറാണ് ഉണ്ടാക്കി. 4 ആൾക്കും 4 ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇതിൽ വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. നമ്മൾ ഓയിലും കുറവാണ്. മറ്റേത് നമ്മൾ പാനിലാവുമ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് വേണ്ട ഉണ്ടാക്കാൻ. അതാകുമ്പോൾ ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്കൊരു മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട്. എഗ്ഗ് വെച്ചിട്ടല്ല, ഒരു യോഗട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. യോഗട്ടും ഗാർലിക്കും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസൊക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു സോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളതൊക്കെ കഴിച്ച് വന്ന് നമ്മളെല്ലാവരും അത് കഴിച്ചിട്ട് പിന്നെ വേഗം പോയിട്ട് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയറൊക്കെ ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.